വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ നമ്മളെല്ലാവരും അടിപൊളിയായി ഓരോ ചാപ്റ്റേഴ്സും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ EVSൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് വൃത്തി നൽകും ശക്തി, ദ പവർ ഓഫ് ക്ലീൻലിനെസ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് വളരെ മനോഹരമായിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, മിസ്സിൻ്റെ കൂടെ ഓരോ ചോദ്യവും ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? വൈ ഡു വി സേ ദാറ്റ് വി കാൻറ്റ് ത്രോ ഓർ ബേൺ അവേ പ്ലാസ്റ്റിക് ഒബ്ജക്ട്സ്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കരുത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ പുറത്തോട്ട് വലിച്ചെറിയരുത് എന്നൊക്കെ പറയുന്നത്? അതിൻ്റെ റീസൺ എന്താണ്? നമുക്ക് ഉത്തരങ്ങൾ അറിയാമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒന്ന് എഴുതാനായിട്ടോ എന്തൊക്കെ പോയിന്റുകളാണ് ഉൾക്കൊള്ളിക്കേണ്ടത് എന്നൊക്കെ ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലെ. പ്ലാസ്റ്റിക് വസ്തുക്കൾ വിഘടിക്കുകയോ മണ്ണിൽ അലിഞ്ഞു ചേരുകയോ ചെയ്യുന്നില്ല. അതായത് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഡു നോട്ട് ഡീകമ്പോസ് ഓർ ഡിസോൾവ്ഡ് ഇൻ സോയിൽ. ഈ പ്ലാസ്റ്റിക് നമ്മൾ മണ്ണിലേക്ക് ഇട്ടാൽ അത് അലിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ, അത് ഡീകമ്പോസ് ചെയ്യുന്നില്ല. പ്ലാസ്റ്റിക് വസ്തുക്കൾ മണ്ണിൽ കിടന്നാൽ ജലം മണ്ണിലേക്ക് ഇറങ്ങില്ല. ഇഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആർ ലെഫ്റ്റ് ഓൺ ദി ഗ്രൗണ്ട് ദ വാട്ടർ വിൽ നോട്ട് ഗോ ഡൗൺ ടു ദ എർത്ത്. അതായത് മുകളിൽ വരുന്ന വെള്ളം മണ്ണിൻ്റെ അടിയിലേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് ആ ഏരിയയിലുള്ള കുടിവെള്ളമൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ കുടിവെള്ളമൊക്കെ നമുക്ക് ലഭ്യമാവുന്നത്. അപ്പൊ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടാൽ പ്ലാസ്റ്റിക്കിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും, വെള്ളം താഴോട്ട് പോകത്തില്ല. സസ്യങ്ങളുടെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങില്ല. ദ റൂട്ട് ഓഫ് ദി പ്ലാന്റ്സ് ഡു നോട്ട് ഗ്രോ ഡീപ്പ് ഇൻ ടു സോയിൽ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലേ, ഒരു ചെടി നല്ല സ്ട്രോങ് ആയിട്ട് വളരണമെങ്കിൽ എന്ത് വേണം? നല്ല സ്ട്രോങ് ആയിട്ടുള്ള റൂട്ട് വേണം. അതായത് മണ്ണിന്റെ ആഴങ്ങളിലേക്ക് നിൽക്കുന്ന ഒരു റൂട്ട് അല്ലെങ്കിൽ ഒരു റൂട്ട് സിസ്റ്റം അതിന് വേണം. അപ്പൊ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ അവയുടെ വേരുകളൊന്നും മണ്ണിന്റെ അടിയിലേക്ക് പോകത്തില്ല. ഇനി അടുത്തത്, മണ്ണിനെ പോലെ മണ്ണിൽ വസിക്കുന്ന ജീവികൾക്ക് വായു ലഭിക്കില്ല. ഓർഗാനിസം ലിവിങ് ഇൻ സോയിൽ ലൈക്ക് എർത്ത് വർം കനോട്ട് ഗെറ്റ് എയർ. അടുത്തത്, ജലാശയങ്ങൾ മലിനമാകുന്നു. അതായത് വാട്ടർ ബോഡീസ് ഗെറ്റ് പൊല്യൂട്ടഡ്. അതുപോലെ ജലജീവികൾക്കും നാശം സംഭവിക്കുന്നുണ്ട്. അതായത് അക്വാറ്റിക് ക്രിയേച്ചേഴ്സ് ഉണ്ടാവില്ലേ, അവർക്കൊക്കെ എന്താണ്, അവരൊക്കെ ഡിസ്ട്രോയ് ആയിട്ട് പോകുന്നുണ്ട്, അവരൊക്കെ നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്: ജലം മലിനമാകാതെ സംരക്ഷിക്കേണ്ടതുണ്ട്. ജലത്തിലൂടെ പകരുന്ന 4 രോഗങ്ങളുടെ പേരെഴുതും. വി ഹാവ് ടു കീപ് ദ വാട്ടർ അൺപൊല്യൂട്ടഡ്. റൈറ്റ് എനി 4 ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ വാട്ടർ. നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലെ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ വായുവിലൂടെ, അതുപോലെ തന്നെ കോണ്ടാക്ട് അതായത് സമ്പർക്കത്തിലൂടെ, പിന്നെ നമ്മുടെ ഈച്ച, അതുപോലെ തന്നെ നമ്മുടെ കൊതുക്, ഇവയിലൂടെ ഒക്കെ പകരുന്ന പല രോഗങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യം വന്നിരിക്കുന്നത് വെള്ളത്തിലൂടെ, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ഡിസെൻട്രി, ജോണ്ടിസ്, കോളറ, ടൈഫോയിഡ്, ഇതൊക്കെ നമുക്ക് ഉദാഹരണങ്ങളായിട്ട് പറയാനായിട്ട് പറ്റും കേട്ടോ. വയറിളക്കം അല്ലെങ്കിൽ അതിസാരം, മഞ്ഞപ്പിത്തം, കോളറ ആൻഡ് ടൈഫോയിഡ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: വാട്ട് പ്രിക്കോഷൻസ് ക്യാൻ ബി ടേക്കൺ അഗെയിൻസ്റ്റ് വാട്ടർ ബോൺ ഡിസീസസ്? അതായത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾക്കെതിരെ നമുക്ക് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം? അതാണ് അടുത്ത ചോദ്യം. അതിന്റെ ഉത്തരം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. യൂസ് പ്യുവർ ഓർ ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്. അതായത് കുടിക്കാൻ ശുദ്ധജലമോ അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ ജലമോ മാത്രം ഉപയോഗിക്കുക. ഡു നോട്ട് അലോ വേസ്റ്റ് വാട്ടർ ടു സ്റ്റാഗ്നന്റ്. അതായത് മലിനജലം ഓരോ സ്ഥലങ്ങളിലായിട്ട് കെട്ടിക്കിടക്കാനായിട്ട് അനുവദിക്കരുത്. ഡു നോട്ട് ഡ്രിങ്ക് ഓപ്പൺ ഓർ സ്റ്റേൽ ബിവറേജ്. അതായത് തുറന്നു വെച്ചതോ അല്ലെങ്കിൽ പഴയതോ ആയിട്ടുള്ള പാനീയങ്ങൾ നമ്മൾ ഒരിക്കലും കുടിക്കരുത്. എൻഷുർ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സസ് ആർ ക്ലീൻ. കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പൊ കുറേ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം, കാരണം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളാണ് ഇനി നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനൊക്കെ വരാനായിട്ട് പോകുന്നത്. സോ എല്ലാവർക്കും അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ കുട്ടി ക്വസ്റ്റ്യൻസും കുട്ടി ലൈവ് ക്ലാസ്സുകളും കോണ്ടന്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.